വീഡിയോ ആ സാധനം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്റെ ടെക്സ്റ്റ് the number of phases. Two cards are drawn successfully with the replacement. Two cards are drawn successively with the replacement. ഇവിടെ ആ ഇത് ഓണിത് പിടിച്ച് 27 കിട്ടും ആ ഭയങ്കര നന്നാ 7 20ന്റെ Two cards drawn successfully with replacement from a well shuffled deck of 52 cards. Two cards are drawn successfully with replacement from a well shuffled deck of 52 cards. Find the probability distribution of the number of aces. Find the probability distribution of the number of aces. Two cards are drawn successfully with replacement from a well shuffled deck of 52 cards. Find the probability distribution of the number of aces. നമ്മൾ 2 cards ആണ് എടുക്കുന്നത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റീപ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് സക്സസ്ഫുൾ വിത്ത് റീപ്ലേസ്മെന്റ്, അതായത് തിരിച്ച് നമ്മൾ എന്തിലോട്ട് തന്നെ ഇടുന്നുണ്ട്, അതിലോട്ട് തന്നെ ഇടുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മള് ആദ്യം നമ്മള് ഇതിന്ന് എടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെ ആകാം? 2 cards എടുക്കണം അല്ലെ നമുക്ക്. അപ്പൊ എന്തൊക്കെ ചാൻസസ് വരാം? ഒന്നല്ലെങ്കിൽ 2 cards എന്താകാം? ഏസ് ആകാം. അല്ലെങ്കിൽ ഒരെണ്ണം ഏസ് ആകാം, ഒരെണ്ണം വേറെ എന്തെങ്കിലും ആകാം. വേണമെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. എന്താ? ഒരെണ്ണം 2 ഏസ് ആകാം, പിന്നെ ഒരെണ്ണം ഏസ് ആകാം, അല്ലെങ്കിൽ 2 ഏസ് എല്ലാം ഇരിക്കാം. അപ്പൊ നമ്മളിവിടെ let x denote the number of phases in the experiment, random experiment. അപ്പൊ എക്സിന് ഏതൊക്കെ വാല്യൂ നമുക്ക്, എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസ് ആണല്ലേ, അതായത് നമ്മൾ കാർഡ് എടുക്കുമ്പോൾ അതിൽ വരുന്ന ഏസസുകളുടെ എണ്ണമാണ് എക്സ്. അപ്പൊ എക്സിന് ഏതൊക്കെ വാല്യൂ വരാം? then x can take the values ഏതൊക്കെ വരാം? 1 വരാം, 2 വരാം, 0 വരാം. and then x can take the values 0 1 2. അതായത് നമ്മൾ 2 കാർഡല്ലേ എടുക്കുന്നത്. അപ്പൊ 2 ഈ x എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ട് ചെയ്യുന്നത്? എടുക്കുന്ന കാർഡിലെ നമ്പർ ഓഫ് ഫേസസ് ആണ്. അപ്പോൾ x is equal to 0 വരാം, ഏസ് ഒന്നും ഇല്ലാണ്ടിരിക്കാം, ഒരു ഏസ് വരാം, 2 ഏസ് വരാം. so x can take the values 0 1 2. ഇനി നമ്മൾ ഓരോന്നിന്റെയും എന്ത് കണ്ടുപിടിക്കണം? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ p of x is equal to 0 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഏസസ് ഒന്നും ഇല്ല അല്ലേ? let p of x is equal to 0 is equal to എന്താ വരാം? p of non ace and non ace. അതായത് എന്താ? ആദ്യത്തേത് ഏസ് അല്ല, രണ്ടാമത്തേത് ഏസ് അല്ല. അപ്പൊ ആദ്യത്തെ ഏസ് അല്ലാത്തതിന്റെ പ്രോബബിലിറ്റി എത്രയാ? എത്ര ഏസസ് ഉണ്ട് ഒരു സെറ്റ് ഓഫ് കാർഡില്? 4 ഏസസ് ഉണ്ട് അല്ലേ? അപ്പൊ 4 ഏസസ് അല്ലെങ്കിൽ ഏതൊക്കെ ഇത് വരാൻ പ്രോബബിലിറ്റി? ഏസ് അല്ലാത്തതിന്റെ പ്രോബബിലിറ്റി എത്രയാ? 48/52. so which is equal to 48/52 എന്ത് വരാം? into എന്ത് വരാം? ആദ്യത്തേത് എന്താ? ഏസ് കാർഡ് അല്ല. അപ്പൊ ബാക്കി 48 കാർഡിൽ ഏതെങ്കിലും ഒരു നോക്കായത് അല്ലേ? അതാണ് 48/52 into രണ്ടാമത്തെ കാർഡിൽ 48/52 വരാല്ല. 48 ഇവിടെ റീപ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെ വരാം? 47/52 വരാം. റീപ്ലേസ്മെന്റ് എല്ലാം ഉണ്ടാണോ? അത് തന്നെ വരും. അപ്പൊ അതാണ് അതിന്റെ പ്രോബബിലിറ്റി. ഇനി p of x is equal to 1 എന്താ? അതിന്റെ പ്രോബബിലിറ്റി. അപ്പൊ എന്താ വരണം? ഒരെണ്ണം എന്തായിരിക്കും? ഒരെണ്ണം ഏസും ആൻഡ് അതർ വൺ എന്തായിരിക്കും? നോൺ ഏസും ആയിരിക്കും. അതിന്റെ പ്രോബബിലിറ്റി ഇരിക്കെ ബാഗും കുറ്റിയും
ഏസും അല്ലാണ്ട് വരാം. അപ്പൊ ഏസ് ആവണേന്റെ പ്രോബിലിറ്റി എത്രയായിരിക്കും? 4/50. ഇവിടെ നോക്കിക്കേ, ഈ ഒരു കേസിൽ രണ്ട് ചാൻസസ് ഉണ്ട്. എന്താണ്? ആദ്യത്തെ കാർഡ് എന്താകാം? ഏസ് ആകാം. രണ്ടാമത്തത് ഏസ് അല്ലാണ്ടിരിക്കാം. പ്ലസ് രണ്ടാമത്തെ കാർഡ് എന്താകാം? ഏസ് ആകാം, മറ്റേത് അല്ലാണ്ടിരിക്കാം. അങ്ങനെ രണ്ട് ചാൻസസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യത്തെ കാർഡ് ഏസ് ആണെങ്കിൽ നിങ്ങളുടെ പ്രോബിലിറ്റി എന്തായിരിക്കും? 4/52 ഇൻറ്റു രണ്ടാമത്തത് ഏസ് അല്ല. അപ്പൊ 48/52 പ്ലസ് എന്ത് വരും? 48/52 ഇൻറ്റു 4/52. അത് കണ്ടുപിടിക്കാം. മനസ്സിലായോ? മനസ്സിലായോ? അതെ, നമ്മള് ഇവിടെ എന്ന് പറയുന്നത് ഒരെണ്ണം ഏസും ഒരെണ്ണം നോൺ ഏസും. അപ്പൊ നമുക്ക് രണ്ട് കാർഡാണ് എടുക്കേണ്ടത്. അതിൽ തന്നെ രണ്ട് ചാൻസ് വരുന്നുണ്ട്. ഇത് ഏസ് ആകാം, ഇത് നോൺ ഏസ് ആകാം. അതിന് അപ്പൊ ഏസ് ആണതിന്റെ പ്രോബബിലിറ്റിയാണ് 4/52, മറ്റേത് 48/50. തിരിച്ചു വരാൻ പാടില്ലേ? ഇത് നോൺ ഏസും ഇത് ഏസും ആകാൻ പാടില്ലേ? അപ്പൊ അതും കൂടി നമ്മൾ ആഡ് ചെയ്യണം അതിന്റെ കൂടെ. അപ്പൊ ഇനി അടുത്തത് P of x is equal to 2 എന്നുള്ളതൊന്ന് കണ്ടുപിടിച്ചേ. അപ്പൊ രണ്ടും ഏസ് ആയിരിക്കും അതിന്റെ അകത്ത്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എഴുതും. എന്ത് വന്നപ്പം? P of x is equal to 2 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും ഏസ് ആയിട്ടുള്ള പ്രോബിലിറ്റി. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 4/52 ഇൻറ്റു 4/52. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത്, അപ്പൊ നിങ്ങൾ ഇങ്ങനെ 3 കേസസ് കണ്ടുപിടിച്ച് ഇത് നമ്മൾ എഴുതുമ്പോൾ ആദ്യം എക്സ് എഴുതുക, P of x എഴുതുക. ഇനി എക്സിന് കൊടുക്കുന്ന പ്രോബിലിറ്റി എന്താ? 1 ഉണ്ട്, 0, 1, 2 ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതുക. ഇങ്ങനെ വേണം ഇതിന്റെ ആൻസർ എഴുതാൻ, കേട്ടോ. ഇതിന്റെ 3 ക്ലാസ്സിന്റെ 1/169. രണ്ടാമത്തെ 24/169. മൂന്നാമത്തെ 144/169. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ പ്രോബിലിറ്റി എടുത്ത് കോൾ ആക്കി എഴുതണം, കേട്ടോ. Find the probability distribution of number of double x. Find the probability distribution of number of double x in 3 throws. Vidya. Probability distribution of number of double x in 3 throws. 3 throws of a pair of dice. എന്താ ഡബിൾ എക്സ് എന്ന് പറഞ്ഞാൽ? ഒരേ നമ്പർ വരണം. 1 1 2 2 3 3 ആ ഒരു രീതിയിൽ വരുന്ന ഡബിൾ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ഡബിൾ എക്സ് ഇൻ 3 ത്രോസ് ഓഫ് എ പെയർ ഓഫ് ഡൈ. അപ്പൊ നമ്മൾ ഡൈ എന്ന് പറയുമ്പോൾ എന്താ? വേറെ രീതിയിൽ ഡൈ വരയ്ക്കണേ. അതിൽ എത്ര ഇതുണ്ടാവും? നമ്പേഴ്സ് ഉണ്ടാവും. ഡൈയിൽ 1 to 6 ഉള്ള നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ രണ്ട് പെയർ ഓഫ് ഡൈ നമ്മൾ എത്ര പ്രാവശ്യം എറിയണേ? 3 ടൈംസ് എറിയണേ. 3 ടൈംസ് എറിയുമ്പോഴത്തേക്കും എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? അതിൽ ഡബിൾ എക്സ് വരാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും എങ്ങനെ വരാം? അപ്പൊ ആദ്യത്തെ പ്രാവശ്യം എറിഞ്ഞപ്പോഴത്തേക്കും എന്ത് വരാം? ഇവിടെ എന്ത് വരാം? 1 ഉം 1 ഉം വരാം, അല്ലെ?
രണ്ടാമത്തെ പ്രാവശ്യം ഇറങ്ങുമ്പോ ചിലപ്പോ എന്ത് വരാം, പിന്നെയും വരാം ഡബിൾസ് അല്ലെ. മൂന്നാമത്തെ പ്രാവശ്യം ഇത് നമ്മൾ ഈ ഡൈ അറിയണേ. അപ്പൊ ഡബിൾസ് എന്ന് പറയുമ്പോ ഇതും മണ്ണ് കാണിച്ച് ഇതും മണ്ണ് കാണിച്ച്, അപ്പൊ നമുക്ക് അതിനെ മണ്ണ് ചെയ്താൽ പാടില്ലേ. ഇങ്ങനെ ഒരേപോലെ ഇതിനെ ഡബിൾസ് ഒരേപോലെ കാണിക്കണേ ഡബിൾസ് എന്ന് പറയണം. അപ്പൊ ഇത് 2 കാണിച്ചാൽ എന്ത് കാണിക്കണം, ഇത് 2 കാണിക്കണം. ഇതൊരു ഡബിൾസ് ആണ്, മനസ്സിലായ? ഇത് 6 കാണിച്ചാൽ ഇതും 6 കാണിക്കണം. അപ്പൊ ഇവര് ചോദിച്ചേക്കണം ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ഡബിൾസ് ഇൻ 3 ത്രോസ് ഓഫ് എ പെയർ ഓഫ് ഡൈ. അതായത് നമ്മളൊരു ഡൈ എറിയണേ, 3 പ്രാവശ്യം എറിയുമ്പോഴത്തേക്കും അതില് എത്ര പ്രാവശ്യം എന്ത് കാണിക്കുന്നു, ഡബിൾസ് കാണിക്കുന്നതിനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ചെയ്യാം. അപ്പൊ ഇവിടെ 3 പ്രാവശ്യം എഴുതുന്നതുകൊണ്ട് എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂസ്. ആദ്യത്തെ ഡൈ എന്താകാം, ആദ്യത്തെ എറിയൽ രണ്ടും വേണമെങ്കിൽ എന്ത് കാണിക്കാം, ഡബിൾസ് കാണിക്കാം അല്ലെ. അപ്പൊ ആദ്യത്തിന് വേണമെങ്കിൽ നമ്മൾ രണ്ടും എന്ത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ. ഏതൊക്കെ വരാം, എക്സിന് എടുക്കാൻ പറ്റാം. എക്സിന് വേണമെങ്കിൽ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. മനസ്സിലായത്? അതെന്താ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ 3 ത്രോയിലും എന്തില്ല, ഡബിൾസ് ഇല്ല. അതാണ് എക്സ് ഈക്വൽ ടു 0. ഇനി എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ, ആ 3 എറിഞ്ഞേൽ ഒരെണ്ണത്തിൽ മാത്രം ഡബിൾസ് കാണിച്ചു. പിന്നെ എക്സ് ഈക്വൽ ടു 2 എന്താ, 3 പ്രാവശ്യം ഡൈ എറിഞ്ഞപ്പോ 2 പ്രാവശ്യം ഡബിൾസ് കാണിച്ചു. അതിന് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എന്താ, 3 എന്ത് കാണിച്ചു, ഡബിൾസ് കാണിച്ചു. അപ്പോ ഈ ആൻസർ ആയിട്ട് എനിക്ക് let x denote the number of doublets. Let x denote the number of doublets. ഇനി പോസിബിൾ ഡബിൾസ് എന്തൊക്കെയാണെന്ന് ഇരിക്കെ. let the possible doublets are എന്തൊക്കെ ഡബിൾസ് വരാം, 1 1 2 2 3 3 4 4 5 5 6 6. അപ്പൊ എത്ര ഉണ്ട് ഡബിൾസ്, 6. അപ്പൊ ഇനി അടുത്തത് എനിക്ക് പോസിബിൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബിൾറ്റ് എന്ന് പറയുന്നത് എന്താ, ഡബിൾസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ, 6/36. ഇനി പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് ഡബിൾട്ടോ 1 - 6/36. അപ്പൊ ആദ്യം നിങ്ങൾ ആ ഡബിൾറ്റ് കിട്ടാനുള്ളതൊക്കെ എഴുതി സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് x = 0 ഓരോന്നുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമ്പർ എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡബിൾസ്, probability of getting doublets is equal to 6/36, which is equal to 1/6. For probability of getting doublets കിട്ടാണ്ടിരിക്കുന്ന പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് 1 - 1/6 കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും നമുക്ക്, 5/6 വരും. അപ്പൊ അത്ര എഴുതി വെക്കുക സൈഡിലായിട്ട്. ഇനി നോക്കിക്കേ, ഇനി x = 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നോ ഡബിൾസ്. അപ്പൊ നമുക്ക് പറഞ്ഞേ x = 0 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ p of x എങ്ങനെ കണ്ടുപിടിക്കും, p of x is equal to, അപ്പൊ 3 ഡബിൾറ്റിന്റെ കാര്യം പഠിക്കാം. 3 എണ്ണം കാണിച്ച്, അപ്പൊ ഫസ്റ്റത്തിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും, 3 എണ്ണം എന്തായിരിക്കും, ഡബിൾസ് കാണിക്കില്ല. അപ്പൊ ഇവിടെ എന്ത് വരും, -1/6 5/6 into ഇവിടെ 5/6 into 5/6. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി കിട്ടി. ഇനി നോക്കിക്കേ p of x = 1 എന്താക്കി, ഒരെണ്ണം കാണിച്ചിട്ടുണ്ടാവും. എന്ത്, ആകെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെ 3 ചാൻസ് ഉണ്ട്. എന്ത്, ആദ്യത്തേത് കാണിക്കാം, രണ്ടാമത്തെ കാണിക്കാം, മൂന്നാമത്തെ കാണിക്കാം. അപ്പൊ അത് 3 പറയണം. അതിനെ 1/6 into 5/6 into 5/6 plus 5/6 plus മനസ്സിലായത്, മനസ്സിലായോ, ഇവിടെ നോക്കിക്കേ x = 1 പറഞ്ഞാൽ ഒരെണ്ണത്തിൽ എന്തായിരിക്കും, ഡബിൾസ് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ 3 എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലെ. അപ്പൊ ആ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ചാൻസസ് നമ്മൾ എടുക്കണം എന്നാ. അപ്പൊ ആദ്യത്തെ എന്ത് കാണിക്കാം, ഡബിൾസ് കാണിക്കാം. അതുകൊണ്ടാണ് പിന്നെ എന്ത് പറഞ്ഞത് 1/6 പറഞ്ഞത്. ബാക്കി രണ്ടിടത്തും ഡബിൾസ് കാണിക്കുക. അതുകൊണ്ടാണ് അത് 5/6 into 5/6 പറഞ്ഞത്. പ്ലസ്
പിന്നെ ഒരിക്കൽ ഇനി അതും പിന്നെ അടുത്ത ഓപ്ഷൻ പരിഗണിക്കാം എൻ്റെ കൂടെ. അത് അങ്ങോട്ട് പ്ലസ് ഇട്ട് എഴുതും. രണ്ടാമത്തെ ഓപ്ഷനിൽ രണ്ടാമത്തെ സാധനം ഡബിൾ എക്സ് കാണിച്ചു, അതാണ് അങ്ങനെ എഴുതുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞേ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 വരുമ്പോൾ എന്ത് വരും? അങ്ങനെ ചെയ്തു. മൂന്നും കണ്ടുപിടിക്കട്ടോ. ചോദിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാ? അഭിരാമിനെ ഇതൊക്കെ പഠിപ്പിച്ചായിരുന്നോ? പോയില്ലേ? പോയില്ലെന്നാണോ ക്ലാസ് കേട്ടില്ലെന്നാണോ? ക്ലാസ്സിന്റെ ആദ്യത്തെ പകുതി ഞാൻ പ്രാക്ടീസിന് പോയിരുന്നു. അല്ല, മോർണിംഗ് ക്ലാസ് ആയിരുന്നു. ഞാൻ മോർണിംഗ് ക്ലാസ്സിന് വൈകിപ്പിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങ് പോകണ്ടേ. അല്ല, അപ്പൊ ക്ലാസ് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഇല്ല, ഒരാഴ്ച. പക്ഷെ കുറെ ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ല. ഇവിടെ അപ്പൊ ഇതിന്റെ ലാസ്റ്റ് നോക്കിക്കേ. ലാസ്റ്റ് നമ്മള് x ഈക്വൽ ടു ഈ വാല്യൂ കൊടുക്കാം. 0 1 2 3 p ഓഫ് x കണ്ടുപിടിക്കാം കേട്ടോ. p ഓഫ് x ന്റെ ഫസ്റ്റത്തെ വാല്യൂ പറഞ്ഞേ. അപ്പൊ x ഈക്വൽ ടു 0 ഉണ്ട്. 125 രണ്ടാമത്തേന്റെ പറഞ്ഞേ ദേവൻ. x ഈക്വൽ ടു 1 എടാ പറഞ്ഞേടാ. x ഈക്വൽ ടു 1 ന്റെ വാല്യൂ 75 ആദ്രം x ഈക്വൽ ടു 15 15 ആണോ? അഭിരാം ലാസ്റ്റത്തെ പറഞ്ഞേടാ. x ഈക്വൽ ടു 3 ഇത് ട്രൂ ആണെന്ന് അറിയാൻ വേണ്ടി ഒരു കാര്യം നോക്കിയാൽ മതി. നോക്കിക്കേ, ഈ p of x എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം കേട്ടോ. എല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 165 166 ഈക്വൽ ടു 1. അപ്പോൾ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. ലാസ്റ്റ് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോഴാണ് മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ്. മീൻ ഓഫ് റാൻഡം വേരിയബിൾ ഉണ്ടായിരുന്നോ? അത് കൊടുക്കാം. വേരിയൻസാ ഓർമ്മയില്ല. കേട്ടിട്ടുണ്ട്. റിവിഷൻ സെഷനില് സ്കൂളിൽ എങ്ങനെയാ ഭാഗ്യത്തിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്? ഒരു ടോപ്പിക് കൂടി ഉള്ളു. ഇത് എടുക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കേ. Let x denote the number of hours you studying during a let x denote the number of hours you study during a randomly selected school day. Let x denote the number of hours you study during a randomly selected school day. The probability that x can take the values. The probability that x can take the value, capital X can take the value, small x, has the following form.
where k is some unknown following form, where k is some unknown constant, where k is some unknown constant. Value small x has the following forms for k is some. Can take the ഇനി ഇവിടെ നോക്കിക്കേ, അപ്പൊ നമുക്ക് പറഞ്ഞേക്കണത് ക്യാപിറ്റൽ എക്സ് എന്താ ഡിനോട്ട് ചെയ്യണത്, നമ്മൾ ഒരു ദിവസം എന്തോരം അവേഴ്സ് പഠിച്ചു എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ട്, സ്കൂൾ ഡേയ്സിൽ. അപ്പൊ ഇവര് ഇങ്ങനെ തന്നേക്കണം, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് which is equal to 0.1 if x equal to 0, kx if x equal to 1 or 2, k into 5 minus x if x equal to 3 or 4, 0 otherwise. X denote ചെയ്യുന്നത് number of hours you study during randomly selected school day. ഒരു സ്കൂൾ ഡേയിൽ നമ്മൾ പഠിച്ച നമ്പർ അവേഴ്സ് ആണ് ക്യാപിറ്റൽ എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എക്സ് ക്യാൻ ടേക്ക് വാല്യൂ എന്തൊക്കെയാണ് പറഞ്ഞെങ്കിൽ അവര് സ്മോൾ എക്സിന്റെ വാല്യൂസ് എല്ലാം ടേക്ക് ചെയ്യാം. 5 minus 6 അല്ലേ? ആ k into 5 minus 6. അപ്പൊ ഇവരോട് പറഞ്ഞിട്ടുണ്ട് നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് നമ്മൾ എത്ര അവേഴ്സ് പഠിച്ചു എന്ന്. നമ്മളിപ്പോ ഒരു ദിവസം എന്തോരം പഠിച്ചു, അത് ആ ദിവസം രണ്ടായി എത്ര പഠിച്ചു, അതാണ് ക്യാപിറ്റൽ എക്സ്. ഇനി ഇവര് പറഞ്ഞിട്ടുണ്ട് എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ സ്മോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്മോൾ എക്സിന് ഏതൊക്കെ വാല്യൂ വരാം, 0 വരാം, 1 വരാം, സ്മോൾ എക്സിന് 2 വരാം, 3 വരാം, 4 വരാം, അതർവൈസ് വരാം. അപ്പൊ ആദ്യം നമ്മളിങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ ഈ എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ആ വാല്യൂസ് എല്ലാം എഴുതി വെക്കാം. എന്ത് വരും, 0, 1, 2, 3, 4. പിന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി എത്രയാണ്. x = 0 വരുമ്പോൾ എന്ത് വരും, വാല്യൂ ഒന്നും p of x എന്ന് പറയുന്നത് എന്ത് വരും, 0.1 വരും. അപ്പൊ നമ്മൾ 0.1 ചെയ്യും. ഇനി x = 1 വരുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ x-ന്റെ സ്ഥാനത്ത് ആരെ ഇട്ട് കൊടുക്കണം, 1 ഇട്ട് കൊടുക്കണം. അപ്പൊ അവിടെ എന്ത് വരും, k വരും. പിന്നെ 2 ഇട്ട് കൊടുക്കുമ്പോഴാ 2k വരും. അങ്ങനെ ഒന്ന് എഴുതിക്കേ ഈ വാല്യൂസ്. മനസ്സിലായില്ലേ? ഇവിടെ എന്താ പറഞ്ഞ, എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എത്ര അവേഴ്സ് പഠിച്ചു എന്നുള്ളതാ. അതായത് റാൻഡംലി നമ്മളൊരു സ്കൂൾ ഡേ സെലക്ട് ചെയ്യണമെങ്കിൽ ആ സ്കൂൾ ഡേ നമ്മൾ എത്ര അവർ പഠിച്ചു എന്നുള്ളതാ. അപ്പൊ പിന്നെ അവർ പറഞ്ഞിട്ട് ക്യാപിറ്റൽ എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ സ്മോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ 0, 1, 2, 3 എന്ന് പറഞ്ഞ എന്താ 3 പ്രാവശ്യം ത്രോ ചെയ്തോണ്ടാ. അപ്പൊ ഇവര് പറഞ്ഞേക്കണ ക്യാപിറ്റൽ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്, സ്മോൾ എക്സിന്റെ വാല്യൂസ് ആണ് ക്യാപിറ്റൽ എക്സിന് വാല്യൂ. അതുകൊണ്ടാണ് ഈ 0, 1, 2 ഒക്കെ നമ്മൾ എന്ത് കൊടുത്തത്, ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി x = 0 ആകുമ്പോൾ p of x ന്റെ വാല്യൂ എന്താകും, 0.1 ആകും. ഇതിനടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്യുക. പിന്നെ x = 1 വരുമ്പോൾ x ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, അപ്പൊ k വരും. 2 കൊടുക്കുമ്പോഴത്തേക്കും 2k വരും. പിന്നെ ഇവിടെ 3 കൊടുക്കുമ്പോൾ x ന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക, അപ്പൊ 5 - 3 എന്താ 2k തന്നെ ഇവിടെ വരും. ഓക്കേ അല്ലേ? അല്ലേ? അല്ല അത് k വരും. 5 minus 5 minus 4 5 minus 3 ആ 3 ഉണ്ട് or 4 ഉണ്ട്. ആ 3 അവിടെ 2k അതിന് ആ ഇത് 2k അല്ലേ, അത് 2k 4 of k. പിന്നെ അതർവൈസ് എന്താ, അല്ലാതില്ല, അതർവൈസ് 0 ആണ്, 4 ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഫസ്റ്റ് സെക്കൻഡ് വൺ 2k ഇതാണ് സെക്കൻഡ് വൺ x = 2 ആ. അപ്പോൾ നമുക്ക് x = 1 2 ആണെങ്കിൽ ഈ ഇക്വേഷൻ ആണ്. അപ്പോൾ x ന്റെ സ്ഥാനത്ത് 2 കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത്ര എഴുതി. ഇനി ക്വസ്റ്റ്യൻ ഇതല്ല, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്താണ് k, അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് അഭിരാമ് പറഞ്ഞ എങ്ങനെ കണ്ടുപിടിക്കാം, അഭിരാമിന് ത്രാണുണ്ടാവും. എങ്ങനെ കണ്ടുപിടിക്കാം, k യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്, നോക്കിക്കാൻ മനസ്സിലായി. എങ്ങനെ കണ്ടുപിടിക്കാം, വരുന്നത് ഇതിന്റെ സം എല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുള്ളൂ, 1 ആദ്യം വെച്ച് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. മനസ്സിലായ? p of x എല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ടോട്ടൽ സം
1 ആയിരിക്കുള്ളൂ. അപ്പൊ അത് വെച്ച് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടില്ലേ? എല്ലാ ആഡ് ചെയ്യുക 0.1 k plus 2k plus 2k plus k which is equal to 1. എല്ലാ കേകളും ആഡ് ചെയ്യുക, ഇക്വേഷൻ അപ്പുറത്തോട്ട് എടുത്ത് സോൾവ് ചെയ്യാം. ശരിയാ? 3/20. Point value 6 point അല്ലല്ലോ. അല്ല 1/15 ആണ്. ഇതിന്റെ വാല്യൂ പോയിന്റ് ഉള്ള വാല്യൂ അല്ല. 0.25 അല്ല. അല്ല അതേ രീതിയിൽ പോയിന്റ് ആ ടെക്സ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിലുണ്ട് 0.15 കിട്ടിയാ? ആ സെറ്റ് എന്താ? ഇല്ല അത് ചെയ്തിട്ടില്ല. വെറുതെ 3/2 രണ്ട് സപ്പോസ് അടുത്ത സപ്പോസിറ്റർ എഴുതിക്ക്. ഇതിൽ തന്നെയുള്ളതാണ്. What is the probability that you study at least 2 hours? What is the probability that you study at least 2 hours? അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 hours കുറഞ്ഞത് 2 hour എങ്കിലും പഠിക്കുന്ന പറഞ്ഞേക്കാം. അപ്പോൾ x ന്റെ വാല്യൂ എങ്ങനെ വരാം? p of x is equal to എന്ത് വരാം? അറ്റ്ലീസ്റ്റ് 2. അപ്പോൾ p of x should be greater than or equal to എന്ത് വരും? 2 വരാം. കുറഞ്ഞത് 2 hour എങ്കിലും, രണ്ടിലും കൂടുതലും ആവാം. അപ്പോൾ p of x is greater than or equal to 2. അപ്പോൾ x greater than or equal to 2 എന്നത് എവിടേക്ക്? 2 3 4 മൂന്ന് വാല്യൂസ് അല്ലേ വേണ്ടത്. അപ്പോൾ മൂന്ന് വാല്യൂസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി കിട്ടും. വെറുതെ ആഡ് ചെയ്യാം. പ്രോബബിലിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് 5k അല്ല 3/4 അല്ല. 5k ആണ് k യുടെ വാല്യൂ k. അപ്പോൾ 3/4 അത് 2k plus 2k plus k. 2k plus 2k plus k which is equal to 5k. 0.52k. അതെന്താ സാധനം? ഈ റൂമിൽ ചൈനാണ് അല്ലെങ്കിൽ ഈ സാധനം കൂടെ ആയിരിക്കും. ആ സാധനം കൂടി സെറ്റ് ഇതാ ഈ സാധനം ഇട്ടേക്കുന്നത് മന്ത്രി ചേർത്താലേ കിട്ടി. എത്ര കിട്ടി? 3/4 അതായത് 0.75 കിട്ടി എല്ലാവർക്കും. ചേർന്ന് കൂടി ഉണ്ടായി. സപ്പോസ് what is the probability that you study exactly 2 hours? Exactly 2 hours എന്ന് പറയുന്നത് എന്ത് വരും? 0.3. ഞാൻ നേരത്തെ അറിയാമെന്ന് എക്സാക്ട്ലി 2 hours ആണ്. കറക്റ്റ് 2 hours പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 2 hours പഠിച്ചു കഴിഞ്ഞാൽ ഇത് 2k 2 ഇത് k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരും. ഇനി അടുത്തൊരു ഒരെണ്ണം കൂടി ഉണ്ട്. അറ്റ്മോസ്റ്റ് 2 hours. അറ്റ്മോസ്റ്റ് 2 hours എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം 2 hour പഠിക്കുള്ളൂ. അതിൽ കൂടുതൽ പഠിക്കാറില്ല. അല്ല ഞാൻ പറഞ്ഞതാ. മാക്സിമം 2 hours. അതിൽ കൂടുതൽ പോകില്ല. അങ്ങനെ പറയല്ല അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ. അറ്റ്മോസ്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരും ഉദ്ദേശിച്ചാണ് ഞാൻ പഠിക്കാറേ ഇല്ല. ഇത്ര ക്വസ്റ്റ്യൻസോട് കോപ്പറേറ്റ് ചെയ്ത ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാണ്ടിരിക്കും. നോക്കി വെച്ച് ടെസ്റ്റിന്റെ ഡിലീറ്റഡ് പോർഷൻ ആണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഡിലീറ്റഡ് ആണായിരുന്നു.
0.55. എത്ര വന്നേ? കെ എത്ര വന്ന ആഡ് ചെയ്തപ്പോ? കഴിഞ്ഞ അടുത്ത ചാപ്റ്റർ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കാം. എന്റെ ഇഷ്ടം മറ്റേ ഇന്റഗ്രൽ അതാ പെട്ടെന്ന് പഠിച്ചേക്കാം. ഇന്റഗ്രേഷൻ ഓരോ ചാപ്റ്ററിലും ഓരോ എക്സസൈസ് ചെയ്ത് തുടങ്ങിക്കോട്ടാ. റിവിഷൻ പറയുമ്പോ നമുക്ക് അങ്ങനെ വെക്കാം, ടൈം സെറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഞാൻ ടൈം തരാം പഠിക്കാൻ ഇവിടെ വന്നിട്ട് ഒരു ഹാഫ് അവർ അങ്ങനെ സമയത്ത്. അപ്പൊ ഓരോ ചാപ്റ്റർ റിവിഷൻ ചെയ്യുമ്പോഴേ നമ്മൾ അങ്ങനെ പോയല്ലോ. അടുത്ത ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കേട്ടോ. Okay. എന്റെ ടെക്സ്റ്റ് എനിക്ക് സിലബസ് അറിയാം, അല്ലെങ്കിൽ ഇതിൽ ആവശ്യമില്ലാത്ത കുറെ അതിനെ പഠിച്ചു. സ്കൂളിൽ ഇത് വേറെ ആളാ യൂസ് ചെയ്യുന്നത്. അല്ലല്ല അത് ഓണാ. അതെങ്ങനെയാ? അതല്ല ഗ്രീൻ. കോൾ എന്റെ അടുത്തത് ഡിഫറൻസ് ചാപ്റ്റർ 9 ഡിഫറൻസ് dy by dx എന്ന് പറഞ്ഞാൽ എന്താ? dy by dx is equal to g of x. അതായത് ബേസിക്കലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഒരു ഫോമിലായിരിക്കും ഇരിക്കുന്നത്. dy by dx എന്ന് പറഞ്ഞാൽ എന്താ? y യുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് dy by dx. y യുടെ ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്ത്? dy by dx. ഒരു ഫംഗ്ഷനാണ് y. ആ y-യുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്ന സാധനം എന്ത്? dy by dx. അത് ഈക്വൽ ടു വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം. ഇങ്ങനത്തെ ഒരു ഫോമിലായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ളത്. ബേസിക് ആയിട്ടുള്ള ഫോമാണ്. ഇതിനും കുറച്ചും കൂടി വലുതായി ഇങ്ങനെ വരും. അപ്പൊ എനിക്ക് ബേസിക്കലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം ദിസ് വൺ. ഓർഡർ എന്താന്ന് പറയാൻ പാടില്ല. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇപ്പൊ നോക്കിക്കേ, അതില് ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ എന്തായിരിക്കും? ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും അതിന്റെ എന്ത് ഓർഡർ എന്ന് പറയുന്നത്. അതറിയാമായിരിക്കുമല്ലോ. ഹയസ്റ്റ് ആ ഇക്വേഷന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കിക്കേ, ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് y ഈക്വൽ ടു 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓർഡർ എന്തായില്ല? അതായത് ഡെറിവേറ്റീവിന്റെ ഹൈയസ്റ്റ് ഓർഡർ ഡി സ്ക്വയർ ആയി ഇവിടെ ഉള്ളത്. വേണമെങ്കിൽ ഇങ്ങനെ വരാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് y ഈക്വൽ ടു 0 എന്നാണ് വിചാരിച്ചു. അപ്പോഴും അതിന്റെ ഓർഡർ എന്ത് തന്നെയായിരിക്കും? അതായത് അതിൽ ഏതാണോ ഹൈയസ്റ്റ് ഡെറിവേറ്റീവ്
അതായിരിക്കും സെക്കൻഡ് ഓർഡർ അല്ല ഹയസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡറിനെക്കാട്ടി ഹയസ്റ്റ് ആണ് സെക്കൻഡ്, അതിനെക്കാട്ടി ഹയസ്റ്റ് ആണ് തേർഡ്. എന്താണ് ഓർഡറിന്റെ ഡെഫിനേഷൻ ആണ്. ഓർഡറിന്റെ ഡെഫിനേഷൻ ഇരിക്കെ order of a differential equation is the order of highest order derivative occurring in the differential equation. Order of a differential equation is the order of highest order derivative occurring in the differential equation. അവിടെ എക്സ്പോണൻസ് നോക്കണം. എക്സ്പോണൻസ് നോക്കുന്നത് ഡിഗ്രിയില്ല. ഇത് നോക്കിക്കേ. ഇനി ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് എന്തായിരിക്കും? എന്ത് ഇക്വേഷനിലായിരിക്കും? പോളിനോമിയൽ ഇക്വേഷനിലായിരിക്കും എന്ത് ഡിഗ്രി അല്ലെ? എന്താണ് പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ എന്ന് വെച്ചാൽ പോളിനോമിയൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എക്സും വൈ ഒക്കെ മാത്രം ഉള്ളത്. ഈ ട്രിഗണോമെട്രി ഒക്കെ കയറി വരുമ്പോൾ അത് ആരാകും? ട്രിഗണോമെട്രിക്കൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? x - 2x 2x + 3 അത് എക്സും വൈയുടെ വേരിയബിൾസ് എന്നതാണ് പോളിനോമിയൽ ഫംഗ്ഷൻസ്. അപ്പൊ ഡിഗ്രി എപ്പോഴും നമ്മൾ ഇത് ചെയ്യുന്നത് എവിടെയായിരിക്കും? പോളിനോമിയൽ ഫംഗ്ഷൻസിലായിരിക്കും ഡിഗ്രി പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഹയസ്റ്റ് ഓർഡർ ഇല്ലേ, ഹയസ്റ്റ് ഓർഡറിന്റെ പവർ ആയിരിക്കും. അപ്പൊ ഇവിടെ അതിന്റെ പവർ എന്താ? ഇവിടെ പവർ ഒന്നുമില്ല. അതുകൊണ്ട് എന്താ ഈ ഒരു ഇക്വേഷന്റെ ഓർഡർ എന്താ? ഡിഗ്രി എന്താ? 1 ആണ്. അതേസമയം ഇത് നോക്കിക്കേ, ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഹയസ്റ്റ് ഓർഡർ ഏതാ ഇവിടെ? 2 ആണ്. അതിന്റെ ഡിഗ്രി എന്താ? 2. അപ്പൊ ഹയസ്റ്റ് ഓർഡറിന്റെ പവർ ആയിരിക്കും എന്ത്? ഡിഗ്രി എന്ന് പറയുന്നത്. ഓർഡർ ഇവിടെ 2 എന്താണ്? ഡിഗ്രി ഇവിടെ 2 ആണ്. അപ്പൊ ഇവിടെയാ ഓർഡർ 2 ഡിഗ്രി എന്താ? 3 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഓർഡറിന്റെ ഡെഫിനിഷൻ എഴുതിക്കേ. Degree of a differential equation is the highest power of highest order derivative in it. Degree of a differential equation is the highest power of highest order derivative in it. Find the order and degree എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. dy by dx minus ഡിഗ്രി എഴുതണം, ഓർഡർ എഴുതണം. അഗ്ര ക്വസ്റ്റ്യൻ ക്ലാസ് കഴിഞ്ഞാലോ കഴിഞ്ഞ അവര് പോകണം പോയിട്ട് വരാമോ? പോയിട്ട് വരാൻ വിളിക്കാം. അതിന്റെ ഇടക്ക് കയറിയിട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അതുവരെ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഞങ്ങൾക്ക് വരാം. ലാബ് ഉണ്ടെങ്കിൽ മാത്രം ലാബിൽ ചെയ്യാതെ ബാക്കി സമയത്ത് തുടങ്ങി പഠിക്കാം. ക്ലാസ്സിലിരുന്ന് നമുക്ക് പഠിക്കാം. ഗ്രൂപ്പായിട്ട് പഠിക്കാൻ അങ്ങനെ പഠിക്കാം. മിക്കവരും ഗ്രൂപ്പായിട്ട് പഠിക്കും. അതേ സമയത്ത് കുറച്ചൊരു ലാബ് ചെയ്യും. ലാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനല്ലേ? ടൈട്രേഷൻ ഒക്കെ അല്ലേ? ഇത് ഡിഗ്രി ഓർഡർ കേട്ടോ. കഷ്ടപ്പെടാൻ ഇങ്ങനെ ഇതിൽ ഞാൻ എന്താ
y എന്ന് പറയുന്ന ഫംഗ്ഷൻ y dash എന്ന് പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് y dash means dy by dx ഇത് അറിയാൻ തന്നെ എഴുതി വെച്ചേക്കെ y double dash എന്ന് പറഞ്ഞാൽ d square y by d square y triple dash d cube y by dx cube കേട്ടോ ഇങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ബൈ dx എന്നൊക്കെ എഴുതാറുണ്ട് അക്കി ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ട് പറഞ്ഞാ ഓർഡർ പറഞ്ഞേ 1 പോളിനോമിയൽ ഇക്വേഷൻ ആണ് അത് ഓർഡർ എന്താണ് 1 ഡിഗ്രിയാ ഡിഗ്രി എന്ത് തന്നെയാ 1 തന്നെ പക്ഷെ ഇതിന്റെ ഇതെന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇതിന്റെ അതായത് dy by dx ഒറ്റ എഴുതിക്കണം അതിന്റെ കൂടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഒന്നുമില്ലല്ലോ ഇവിടെ അപ്പൊ അതുകൊണ്ട് ഇത് പോളിനോമിയൽ ഇക്വേഷൻ ആണ് മനസ്സിലായി ഇതിന്റെ കൂടെ ഇല്ല അതുകൊണ്ട് നമുക്ക് എന്തുണ്ട് ഡിഗ്രി ഓർഡർ ഉണ്ട് അടുത്തത് ഈ സെക്കൻഡ് ഇക്വേഷനിൽ ഓർഡർ ഡിഗ്രി ഓർഡർ എന്താ അതെങ്ങനെ ശരിയാണോ ഹൈയസ്റ്റ് ഓർഡറിന്റെ പവർ അല്ല ഡിഗ്രി d square by d square 1 അവള് പറഞ്ഞ 1 ആണോ ഓർഡർ 2 ഡിഗ്രി ഓർഡർ 2 ഡിഗ്രി അപ്പൊ ഇതിലെ ഓർഡർ 2 ഡിഗ്രി എന്താണ് 1 ഇതിലോ ഓർഡർ 3 ഡിഗ്രി ഓർഡർ 3 ഡിഗ്രി e raised to y dash എത്തി ഹൈയസ്റ്റ് അല്ല അത് നോക്കണ്ട അവിടെ നോക്കിയിട്ട് കാണിച്ചു ഇവിടെ നോക്കിയിട്ട് മനസ്സിലായി ഇത് ടിപ്സ് ഇവിടെ എനിക്കൊരു എക്സസൈസ് 9.1 ചെയ്യാം ട്ടോ ടെസ്റ്റ് ഉള്ള 9.1 ഫസ്റ്റ് എക്സസൈസ് ഡിഗ്രി ഓർഡർ ഇതേവ ചെയ്യണം അതിന് ചെയ്യണം തണുത്തിട്ടാ എക്സസൈസ് നമ്പർ 9.1 നമ്പർ കാണിക്കുന്നേ പുതിയ പ്രോഡക്റ്റ് പുതിയ പ്രോഡക്റ്റ് എല്ലാവരും പുതിയ ടെക്സ്റ്റ് ഇല്ലടാ ഇതാ ഫ്രണ്ടിലോട്ട് വന്ന് 9.1 ഫസ്റ്റ് ഡിഗ്രി എല്ലാം നിനക്ക് ടെക്സ്റ്റ് ഇല്ലടാ അവന് കാണിച്ചില്ല കണ്ണട കിട്ടിയില്ലടാ അപ്പൊ അതെന്താ അപ്പൊ ഒരാഴ്ച 2 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന 2 ദിവസത്തിനുള്ളിൽ കിട്ടുന്നല്ലോ ലെൻസ് കാർട്ടിലാണോ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ സാറ്റർഡേ ഓർഡർ ചെയ്തു എത്ര ക്വസ്റ്റ്യൻ ചെയ്യണ്ട അതാണ് ഞാൻ എന്നിട്ട് പറയുന്നത് എക്സ്പെർട്ടീസ്
ബിൽഡിംഗ് വന്നിട്ടുണ്ട് ഡ്രൈവറൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വലിയ മരം അറിയാ ചെയ്താ ഇതിന്റെ ഹയസ്റ്റിന്റെ ഭാഗം ഡിഗ്രി ഹയസ്റ്റ് ഇതാണ് DS ഏത് 1D4 ഓർഡർ 4 ഡിഗ്രി വേണം പതിനൊന്നാം ദിവസം എവിടെ ഓക്കെ അതിന് ഡിഗ്രി അതിന്റെ 3 പിന്നെ ഓ സൈഡ് ഓർഡർ ഡിഗ്രി 1 ഓർഡർ നമ്മളെ ഇതിന്റെ അകത്തല്ല സൈൻ കോസ് ഒക്കെ വരൂലേ അതിന്റെ ഫങ്ഷൻസ് ഇല്ലേ സൈൻ ഓഫ് എക്സ് ആ സാധനം ഉണ്ടല്ലോ അതൊരു ഡെറിവേറ്റീവ് ആണെങ്കിൽ അതൊരു പോളിനോമിയൽ അല്ല. ഇതിപ്പോ ആദ്യത്തെ ഇക്വേഷൻ സൈൻ y ട്രിപ്പിൾ ഡാഷ് ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ എടാ ശ്രദ്ധിക്കൂടാ അവിടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ സൈൻ ഓഫ് y ട്രിപ്പിൾ ഡാഷ് അല്ലേ സൈൻ ഓഫ് x അല്ല അത് d raised to 4 by d raised to 4y by dx അത് ഓക്കേ. പക്ഷെ സൈനിന്റെ ഫംഗ്ഷൻ നോക്കിക്കേ സൈൻ x ഓ സൈൻ y ഓ അല്ല അവിടെ ഒരു ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പോളിനോമിയൽ അല്ല. പോളിനോമിയൽ ഫംഗ്ഷൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡിഗ്രി പറ്റുള്ളൂ. അപ്പൊ അതിൽ പറ്റില്ല. പക്ഷെ നിങ്ങൾ അതിൽ നോക്കിക്കേ അതില് 5th ക്വസ്റ്റ്യൻ കണ്ടോ അതിൽ പറ്റും. അത് cos 3x ഉം sin 3x ഉം ആണ്. അത് കുഴപ്പമില്ല. പക്ഷെ നോക്കിക്കേ 4th വൺ നോക്കിക്കേ 4th ൽ പറ്റുമോ cos of dy by dx അല്ലേ കിടക്കണ. അപ്പൊ അതെന്തല്ല പോളിനോമിയൽ അല്ല. അത് നോക്കിയിട്ട് ചെയ്യണേ. എടാ ആകെ ഇത് ഒരുപാട് മൂന്നാമത്തെ ഞാൻ ചോദിക്കട്ടെ ആ ടെക്സ്റ്റ് എടുത്തേ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല പറയുന്നത് അതെന്താ സൈനിന്റെ കൂടെ അത് സൈനിന്റെ കൂടെ സൈൻ ഓഫ് എന്താ വന്നേക്കണ ഒരു ഡെറിവേറ്റീവ് വന്നേക്കണം. അതുകൊണ്ടാണ് അത് എന്തല്ലാന്ന് പോളിനോമിയൽ ആവാഞ്ഞത്. അപ്പൊ പിന്നെ വേറെ എന്താ പോളിനോമിയൽ അല്ലാതെന്ന് പറഞ്ഞ് അഞ്ചാമത്താണത്. എടാ നീ നോക്കണ്ടായിരുന്നു അവൻ പറഞ്ഞു അല്ല നീ നോക്കണ്ടല്ലോ. അഞ്ചാമത്തെ എന്ത് മറ്റേ സാധനം എന്താന്ന് പോളിനോമിയൽ ഫംഗ്ഷൻ ആണോ അത് കോഴ്സ് ഉണ്ടല്ലോ അവിടെ വരണം. അപ്പൊ ഞാൻ പറഞ്ഞേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഗ്രി ഓർഡർ പറഞ്ഞേ ഡിഗ്രി ഓർഡർ പറ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടുമില്ല
ഡിഗ്രി ഇല്ലേ? ഡിഗ്രിക്ക് കുഴപ്പമില്ലെന്നാ. ഓ, ഓർഡർ പോകുന്നു. ഓർഡർ ഇല്ലേ? അതാണ് ഓർഡർ ഈ ഒരു പണ്ട് ഓർഡർ എന്താ? അതിനകത്ത് ആ 4 ഡിഗ്രിയാ പറഞ്ഞോ ഡിഗ്രി വണ്ണാ അതെന്താ ഡിഗ്രി ഇല്ലാത്ത അതെന്താ ഇല്ലാത്തന്നെ ചോദിച്ചത് ഇല്ലാത്തോണ്ടാന്ന് എനിക്കറിയാം എടാ അതല്ലേ ഞാനിപ്പോ പറഞ്ഞത് അത് സൈൻ ഫംഗ്ഷന്റെ കൂടെ ആരുണ്ട് ഒരു ഡെറിവേറ്റീവ് ആണ് അതുകൊണ്ടാണ് ഡിഗ്രി ഇല്ലാത്തത് വെറുതെ സൈൻ എക്സ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞടാ അജിന്ത് ഓർഡർ 1 ഡിഗ്രി 1 ഓക്കേ തേർഡ് ക്വസ്റ്റ്യൻ പറയടാ ഇവന്റെ പേര് ഓർഡർ വരാ ഓർഡർ ഡിഗ്രി അടുത്തത് ഓർഡർ 2 ഡിഗ്രി നോട്ട്. ഡിഗ്രി 5th ക്വസ്റ്റ്യൻ ഓർഡർ 2 ഡിഗ്രി നോട്ട്. എടുത്ത് വെച്ചടാ ഫോൺ ദൈവം പറഞ്ഞ ആറാമത്തെ ക്വസ്റ്റ്യന്റെ ഓർഡർ ഡിഗ്രി പറയടാ ഏഴാമത്തെ അഭിരാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ ഓർഡർ പറ വേഗം പറ സമയങ്ങളല്ലേ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓർഡർ അടുത്തത് 9 ഓർഡർ 2 ഡിഗ്രി റേവാൻ 10 ഡിഗ്രി ഇത് ചോദിക്കൂല ചോദിക്കണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദിക്കും ഇതൊന്നും ചോദിക്കില്ല. ഓക്കെ അടുത്ത ഹെഡിങ് എന്തൊക്കെ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബയോളജിയുടെ ആണ് നിങ്ങളുടെ അല്ല അത് കെമിസ്ട്രിയാണ് ബയോമോളിക്യൂൾസ് ലാസ്റ്റ് നോട്ടാ ഒറ്റ ഇതില് എല്ലാം നോട്ട് ഉണ്ടോ അതിനകത്ത് കിട്ടിയിട്ടില്ല അത് ലാസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഉണ്ടോ അതുപോലെ എല്ലാ സബ്ജക്റ്റും ഉണ്ടോ ഫിസിക്സ് ഉണ്ടെന്ന് തോന്നുന്നു മാത്സ് ഉണ്ട് ഇത് നല്ല കേട്ടോ നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോ എന്താണ് വെറുതെ കൈകൊട്ടി എന്റെ പ്രോസസ് ലാപ്ടോപ്പ് ഫിസിക്സ് അത് കമ്പ്യൂട്ടർ പ്രോജക്റ്റിലാണ് പക്ഷെ എന്റെ സെക്കൻഡ് മെമ്പറിന് കമ്പ്യൂട്ടർ സ്ക്രീനല്ലേ അത് എന്നെ വിളിച്ചിട്ട് പറയാം എടാ രണ്ട് കൊല്ലം പൈത്തൺ അറിയില്ല പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയില്ല അത് 2 കൊല്ലമായിട്ട് പഠിക്കുന്നത് എന്റെ അന്ന് വിളിച്ചിട്ട് പറയാം അത് ഞാനാണെങ്കിൽ പ്രൊജക്ട് തീർത്തു
പ്രോജക്റ്റ് ചെയ്തിട്ടാണ് പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പൈത്തൺ ഇത്രയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞങ്ങളൊക്കെ മൂവി ടിക്കറ്റ് ആ ഒരു സിസ്റ്റം General and particular solution of a differential equation. ഇതിന്റെ പഴയ We have already solved the equation of the type എന്താണ് x square plus 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെ എന്ത് ചെയ്യും നമ്മൾ x square അവിടെ നിർത്തിയിട്ട് 1 അപ്പുറത്തോട്ട് കൊണ്ട് x ന് നമ്മൾ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. എന്നിട്ട് ഇപ്പോ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ വരും? 1 plus 1 0 വരും. അപ്പോൾ x ന്റെ സൊല്യൂഷൻ -1 the whole square plus 1 equal to 0. ഇക്വേഷൻ ആയിട്ട് എടുത്തപ്പോ കറക്റ്റ്. -1 the whole square 1 plus 1 equal to 2. അങ്ങനെയല്ലേ? അപ്പോൾ നോക്കിക്കേ നമ്മൾ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യണം? x ന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്യും. അതായത് ഇത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആർഎച്ച്എസ് കിട്ടുന്നുണ്ടെന്ന് നോക്കും. അതായിരിക്കും സൊല്യൂഷൻ. അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ഫോമില കിടക്കണം? നമ്മൾ പറഞ്ഞ പോലെ d സ്ക്വയർ y ബൈ dx സ്ക്വയർ പ്ലസ് y ഈക്വൽ ടു 0 എന്ന ഫോമില കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂസിന് പകരം ഒരു ഫംഗ്ഷൻസ് ആയിരിക്കും വരുന്നത്. ഓരോ ഫംഗ്ഷൻസ് നമ്മൾ LHS ഇവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആയിരിക്കും ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻസ് നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ സൊല്യൂഷൻ ആണ് എന്ത്? ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷന്റെ അകത്ത് എന്തുണ്ടാവും? ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടാവും. ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലസ് വേരിയബിൾ ആണ്. ഏതെങ്കിലും നമ്പേഴ്സ് അതുണ്ടാവും. എന്തിന്? ജനറൽ സൊല്യൂഷൻ. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതുണ്ടാവില്ല. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ അതൊരു കണ്ടീഷനിൽ മാത്രമേ സൊല്യൂഷൻ ആവുള്ളൂ. ജനറൽ ആയിട്ട് നമുക്കത് സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കണ്ടീഷനിൽ മാത്രം അത് സൊല്യൂഷൻ, അല്ലാത്ത കേസിൽ അത് സൊല്യൂഷൻ അല്ല. അപ്പൊ രണ്ട് ടൈപ്പ് സൊല്യൂഷൻസ് ആണുള്ളത്. ജനറൽ സൊല്യൂഷൻ ഉണ്ട്, പെർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ട്. ഇനി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. ജനറൽ സൊല്യൂഷനിൽ എന്താ ഉണ്ടാവും? ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടാവും. പെർട്ടിക്കുലർ സൊല്യൂഷനിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ ദ ഫംഗ്ഷൻ. എപ്പോഴും ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ വെരിഫൈ ദ ഫംഗ്ഷൻ. Verify the function. Question. Y equal to e raised to minus 3x. Verify the function y equal to e raised to minus 3x is a solution of the differential equation d square by dx square plus dy by dx minus 6y equal to 0. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കണം? ഈ ഒരു സാധനം y equal to e raised to 3x എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് y equal to e raised to minus 3x എഴുതി. ഇനി നമ്മുടെ ഇക്വേഷനിലോട്ട് നോക്കാം. ഇക്വേഷനിൽ എന്തൊക്കെയുണ്ട്? y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, d square y by dx square ഉണ്ട്, dy by dx ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dy by dx കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ dy by dx കണ്ടുപിടിക്കാം. എത്ര വരും? minus 3x e raised to minus 3x. ഇതറിയാലോ, എന്ന് പറയുന്നല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. പിന്നെ d square y by dx square എന്ത് വരും? അപ്പൊ 9
e raised to x ഇല്ല മൈനസ് 3x ഇല്ലല്ലോ minus x ഇല്ലല്ലോ minus 3x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ minus 3. അപ്പോൾ നമുക്ക് രണ്ട് കിട്ടി dy/dx കിട്ടി d2y/dx dx2 കിട്ടി. രണ്ട് കിട്ടിയില്ലേ? ഇനി നമുക്ക് കിട്ടിയ സാധനങ്ങൾ നോക്കിക്കേ. ഇതും കിട്ടിയിട്ടുണ്ട്, ഇതും കിട്ടി. ഇനി ഇതിലോട്ട് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂസ്. അപ്പോൾ -6y നിങ്ങൾ കണ്ടുപിടിക്കും. -6 * y ഈ സാധനം എടുക്കുക e−3x. അപ്പോൾ എന്ത് വരും? d2y/dx2 എന്ന് പറഞ്ഞാൽ -e−3x എഴുതി മൈനസ് പ്ലസ് dy/dx എന്ന് പറഞ്ഞാൽ എന്ത് എഴുതി? -3e−3x എഴുതി -6 * e−3x ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നോക്കിക്കേ. അപ്പോൾ എന്ത് വരും? ഇത് നമുക്ക് മൈനസ് ആവും അല്ലേ? പ്ലസ് മൈനസ് ആയി പോകും. അപ്പോൾ 9e−3x മൈനസ് 9e−3x എന്ത് കിട്ടി? =0 കിട്ടി. അപ്പോൾ അതെന്താണ്? അതിന്റെ സൊല്യൂഷൻ ആണ്. ഞങ്ങൾ അങ്ങനെയല്ല. നിങ്ങളെങ്ങനെ പഠിപ്പിച്ചോ? ഞങ്ങൾക്ക് ആ 9d2/d2 9e−3x അതിനെ സ്പ്ലിറ്റ് ചെയ്ത് dy/dx അവിടെ ആക്കിയിട്ട് പിന്നെ ആ മേലത്തെ ഇക്വേഷൻ ആക്കാം. ഓ ഇവിടെ ആക്കിയിട്ട് ആ ഇതിനാണ്. അതിനെ സ്പ്ലിറ്റ് ആക്കാം. ഇതിനെ സ്പ്ലിറ്റ് ആക്കും. അങ്ങനെ ഇങ്ങനെ പറ്റും. ഞങ്ങൾക്ക് അങ്ങനെ പഠിച്ചത്. നിങ്ങളെങ്ങനെ പഠിപ്പിച്ചോ? ഈ 9 ഇല്ലേ, ഈ 9നെ സ്പ്ലിറ്റ് ചെയ്യുക. ആ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 6e−3x മൈനസ് ഓഫ് മൈനസ് ഓ അങ്ങനെ. എന്നിട്ട് അതിനെ y-ഉം dy/dx ആക്കിയിട്ട് മേലത്തെ ഇക്വേഷൻ ആക്കാം. മേലത്തെ ആക്കുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് കൊണ്ടിട്ട് കൊടുക്കുക, ഡെറിവേറ്റീവ് എടുത്തിട്ട് the function y equal to a cos x y equal to a cos x b cos x plus b b sin x കേട്ടോ. a cos x plus b sin x is a solution of the differential equation d square y by dx square plus y equal to 0. d square y by dx square plus y equal to 0 ന്റെ സൊല്യൂഷൻ ആണ് അത്. ശരിയായി. അതിലൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് സ്പോർട്സ് സ്പോർട്സ് കഴിഞ്ഞില്ലേ? സമയമായോ? പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് ബ്രേക്കാ. ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞു. ഞാൻ ഇതുവരെ നിങ്ങൾ എടുത്തോളാണില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ അടിയിലെത്തിയാൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടാവില്ല.
ഇല്ല ഇല്ല ഞാൻ അവിടെ ഇറങ്ങി വണ്ടിക്ക് പോകുമ്പോ നിങ്ങൾ ഇറങ്ങി വന്നിട്ടോ അതൊക്കെ പിന്നെ പോയതായിരിക്കും. ഞാൻ പോയിട്ടില്ല ക്ലാസ് അപ്പൊ ഒരാളുടെ കാര്യം ശ്രദ്ധിക്കോ y equal to e raised to x plus 1 this is solution of y double dash minus y dash is equal to 0 ഒരു ക്വസ്റ്റ്യൻ അല്ലേ രസമാടാ Messages fraud ആണ്. solution of y e raised to y dash dash minus y dash. ഇതെന്താ ചെയ്യണ്ടേ? ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണ് കാണിക്കാം ആ, ഇത് ഇതിന്റെ സൊല്യൂഷൻ Y dash രണ്ടെണ്ണം ഉണ്ട് രണ്ടാമത്തെ x square plus 2x plus 2 തീയതി आपका दिसंबर 2 തീയതി മോഡൽ y double dash y dash minus 2x അല്ല ഉള്ളിലുള്ള ഇത് അപ്പുറത്തേക്ക് സൊല്യൂഷൻ y dash minus 2x minus 2 क्या 0 ठीक है क्या കിട്ടി ചെറുതാ ഇനി ടെൻഷൻ ഇത് അല്ലെങ്കിൽ നമ്മ മതബോർഡ് ഗ്രാഫിക്സ് കാർഡ് മതബോർഡ് എന്ത് ചെയ്യണം മതബോർഡ് പക്ഷേ മതബോർഡ് ഗ്രാഫിക്സ് കാർഡ് സെപ്രോണിക്സിന്റെ മാത്രം ടൈറ്റ്